ഈശ്വംസിഹായിൽ സ്നേഹമുള്ളവരെ, ജെ ലോഗോസ് 316-ൻ്റെ 47-ാം എപ്പിസോഡിലേക്ക് ഊഷ്മളമായ സ്വാഗതം. 2 കൊരിന്ത്യസ് 8-ാം അധ്യായത്തിലേക്കുള്ള നമ്മുടെ ഈ യാത്രയിൽ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ. പരിശുദ്ധാത്മാവ് നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കട്ടെ. എല്ലാ ആശംസകളും പ്രാർത്ഥനകളും ജോസഫ് ഫോർ ജെ ലോഗോസ് 316. 2 കൊരിന്ത്യസ് 8 ഒരു ആമുഖം. 2 കൊരിന്ത്യസ് 8-ൽ പൗലോസ്ലീഹ കൊരിന്ത്യസ് സഭയെ അഭിസംബോധന ചെയ്യുന്നു. കൊടുക്കുന്നതിൻ്റെ കൃപ സ്വീകരിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നു. മക്കദോനിയയിലെ സഭകളുടെ സ്തുത്യർഹമായ ഔദാര്യം ദാരിദ്ര്യം ഉണ്ടായിരുന്നിട്ടും കൊറിന്തോസുകാർക്ക് പിന്തുടരാൻ മാതൃകയായി അദ്ദേഹം എടുത്തു കാട്ടുന്നു. മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ട് മനുഷ്യനാകാൻ യേശു മനസ്സോടെ ദൈവിക മഹത്വവും സമ്പത്തും നീക്കിവെച്ചത് എങ്ങനെയെന്ന് ചൂണ്ടിക്കാട്ടി പൗലോസ് ക്രിസ്തുവിൻ്റെ ത്യാഗപൂർണമായ മാതൃക എടുത്തു കാട്ടുന്നു. നിസ്വാർത്ഥമായ ഈ പ്രവൃത്തി വിശ്വാസികൾക്ക് ഉദാരമായും ത്യാഗപൂർണമായും നൽകാനുള്ള അഗാധമായ പ്രേരണയായി വർത്തിക്കുന്നു. കൂടാതെ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സൗകര്യമൊരുക്കിയ വിശ്വസ്ത സുഹൃത്തായ തീത്തോസിനെ പൗലോസ് സംക്ഷിപ്തമായി അവതരിപ്പിക്കുന്നു. 2 കൊരിന്ത്യസ് 8:1 പൗലോസ് കൊരിന്ത്യസുകാരെ അഭിസംബോധന ചെയ്യുന്നത് എങ്ങനെ? ഇതാണ് ആദ്യത്തെ ചോദ്യം. 2 കൊരിന്ത്യസ് 8:1 അനുസരിച്ച് സഹോദരരെ എന്നാണ്. രണ്ടാമത്തെ ചോദ്യം, 2 കൊരിന്ത്യസ് 8:1 ചർച്ചാ വിഷയം എന്താണ്? 2 കൊരിന്ത്യസ് 8:1 ചർച്ചാ വിഷയം എന്താണ് എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം മക്കദോനിയയിലെ സഭകളിൽ വർഷിക്കപ്പെട്ട ദൈവകൃപ. മൂന്നാമത്തെ ചോദ്യം, ക്ലേശങ്ങളുടെ തീവ്രമായ പരീക്ഷയിൽ മക്കദോനിയയിലെ സഭകളിൽ ഉദാരതയുടെ സമ്പത്തായി കരകവിഞ്ഞൊഴുകിയത് എന്ത്? 2 കൊരിന്ത്യസ് 8:2. ഇതാണ് മൂന്നാമത്തെ ചോദ്യം. ഉത്തരം അവരുടെ സന്തോഷാധിക്യവും കൊടിയ ദാരിദ്ര്യവും. നാലാമത്തെ ചോദ്യം, മക്കദോനിയയിലെ സഭകളെ പറ്റി പൗലോസ് ലീഹായിക്ക് സാക്ഷ്യപ്പെടുത്താൻ സാധിക്കുന്നത് എന്താണെന്നാണ് 2 കൊരിന്ത്യസ് 8:3 പറയുന്നത്. 2 കൊരിന്ത്യസ് 8:3 പറയുന്നത് ഉത്തരം അവർ തങ്ങളുടെ കഴിവനുസരിച്ചും അതിൽ കവിഞ്ഞും തുറന്ന മനസ്സോടെ ദാനം ചെയ്തെന്ന്. അഞ്ചാമത്തെ ചോദ്യം, വിശുദ്ധരെ ശുശ്രൂഷിക്കുന്നതിനുള്ള ഭാഗ്യത്തിൽ തങ്ങളെ കൂടി ഭാഗഭാക്കാക്കണമെന്ന് അവർ ഞങ്ങളോട് തീവ്രമായി അപേക്ഷിച്ചു. 2 കൊരിന്ത്യസ് 8:4. ആരാണ് ഇങ്ങനെ അപേക്ഷിച്ചത്? ഉത്തരം മക്കദോനിയയിലെ സഭകൾ അല്ലെങ്കിൽ സഭാംഗങ്ങൾ. 6 മക്കദോനിയയിലെ സഭകൾ ആദ്യമേ തങ്ങളെ തന്നെ സമർപ്പിച്ചത് ആർക്ക്? എന്നതാണ് ആറാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം കർത്താവിനാണ് 6 ആദ്യമേ സമർപ്പിക്കുന്നത്. 7-ാമത്തെ ചോദ്യം, പൂരിപ്പിക്കുക. അതനുസരിച്ച് നിങ്ങളുടെ ഇടയിൽ ആരംഭിച്ചിട്ടുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ ഞങ്ങൾ അവനോട് അഭ്യർത്ഥിച്ചു. 2 കൊരിന്ത്യസ് 8:6. നമ്മളടുത്ത് ഒരു പേരാണ് പറയേണ്ടത്. ഉത്തരം തീത്തോസ്. അടുത്ത ചോദ്യം 8. 2 കൊരിന്ത്യസ് 8:7 അനുസരിച്ച് എന്തിൽ കൂടി മികച്ചു നിൽക്കുവിൻ എന്നാണ് പൗലോസ്ലീഹ കൊരിന്ത്യസരോട് പറയുന്നത്. 8:7 അനുസരിച്ച്. അതിൻ്റെ ഉത്തരം കാരുണ്യ പ്രവർത്തനങ്ങളിലും. 9-ാമത്തെ ചോദ്യം, 2 കൊരിന്ത്യസ് 8:7 അനുസരിച്ച് കൊരിന്ത്യസുകാർ മികച്ചു നിൽക്കുന്ന 5 കാര്യങ്ങളിൽ പെടാത്തത് ഏത്? വിശ്വാസം, പ്രഭാഷണം, ഉപവാസം, വിജ്ഞാനം. ഇതിലേതിലാണ് കൊരിന്ത്യസ് ഉൾപ്പെടാത്തത്? അവർ ഉപവാസത്തെക്കുറിച്ച് അവിടെ പ്രത്യേകമായിട്ട് പറയുന്നില്ല. 10-ാമത്തെ ചോദ്യം, 2 കൊരിന്ത്യസ് 8:8 പൗലോസ്ലീഹ തെളിയിക്കുന്നത് എന്ത്? 2 കൊരിന്ത്യസ് 8:8 പൗലോസ്ലീഹ തെളിയിക്കുന്നത് എന്ത് എന്നാണ് 10-ാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം കൊരിന്ത്യസുകാരുടെ സ്നേഹം യഥാർത്ഥമാണെന്നാണ് പൗലോസ് തെളിയിക്കുന്നത്. 11-ാമത്തെ ചോദ്യം, അധ്യായവും വാക്യവും സൂചിപ്പിക്കുക. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ.
അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി, തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ. അധ്യായം വാക്യവും സൂചിപ്പിക്കാനാണ്. 2 കൊറിന്തോസ് 8:9. 2 കൊറിന്തോസ് 8:9 12ാമത്തെ ചോദ്യം പൂരിപ്പിക്കുക. ഡാഷ് മുമ്പേ നിങ്ങൾ അഭിലഷിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങിയ ഈ കാര്യം ഇപ്പോൾ പൂർത്തിയാക്കുന്നത് ഉത്തമമായിരിക്കുമെന്ന് ഞാൻ ഉപദേശിക്കുന്നു. 2 കൊരിന്തോസ് 8:10. ഡാഷ് മുമ്പേ നിങ്ങൾ അഭിലഷിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങിയ കാര്യം പൂർത്തിയാക്കുന്നത് ഉത്തമമായിരിക്കുമെന്നാണ്. 1 വർഷം മുമ്പേ, 1 വർഷം, അതാണ് അതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം 13. നിങ്ങൾ ആഗ്രഹത്താൽ പ്രകടിപ്പിച്ച എന്ത് നിങ്ങളുടെ കഴിവനുസരിച്ച് പ്രവൃത്തിയിലും പ്രകടിപ്പിക്കുവിൻ എന്നാണ് പൗലോസ് 2 കൊരിന്തോസ് 8:11 ഉപദേശിക്കുന്നത്. നിങ്ങൾ ആഗ്രഹത്താൽ പ്രകടിപ്പിച്ച എന്ത് നിങ്ങളുടെ കഴിവനുസരിച്ച് പ്രവൃത്തിയിലും പ്രകടിപ്പിക്കുവിൻ. ഉത്തരം സന്നദ്ധത. 14. നൽകുന്നത് എങ്ങനെയെങ്കിൽ ഒരുവൻ്റെ കഴിവനുസരിച്ചുള്ള ദാനം ദൈവം സ്വീകരിക്കുമെന്നാണ് 2 കൊരിന്തോസ് 8:12 പറയുന്നത്. നൽകുന്നത് എങ്ങനെയാണെങ്കിൽ ദൈവം ദാനം സ്വീകരിക്കും. ഉത്തരം താല്പര്യത്തോടെയാണ് നൽകുന്നതെങ്കിൽ. 15ാമത്തെ ചോദ്യം. എന്ത് കണക്കാക്കേണ്ടതില്ല എന്നാണ് 2 കൊരിന്തോസ് 8:12 പറയുന്നത്. എന്ത് കണക്കാക്കേണ്ടതില്ല എന്നാണ് 2 കൊരിന്തോസ് 8:12 പറയുന്നത്. ഉത്തരം കഴിവില്ലായ്മ കണക്കിൽ എടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. 16. താൻ എന്തർത്ഥമാക്കുന്നില്ല എന്നാണ് പൗലോസ് 2 കൊരിന്തോസ് 8:13 പറയുന്നത്. താൻ എന്ത് അർത്ഥമാക്കുന്നില്ല എന്നാണ് പൗലോസ് 2 കൊരിന്തോസിൽ പറയുന്നത്. ഉത്തരം മറ്റുള്ളവർ കഷ്ടപ്പെടരുതെന്നും നിങ്ങൾ കഷ്ടപ്പെടണം എന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അർത്ഥമാക്കുന്നില്ല എന്നാണ് പൗലോസ് പറയുന്നത്. 17ാമത്തെ ചോദ്യം. ഏത് മാനുഷിക മൂല്യമാണ് 2 കൊരിന്തോസ് 8:14 ഊന്നി പറയുന്നത്? ഏത് മാനുഷിക മൂല്യമാണ് 2 കൊരിന്തോസ് 8:13 ഊന്നി പറയുന്നത്? ഇതാണ് 17ാമത്തെ ചോദ്യം. ഉത്തരം സമത്വം എന്ന ആ വാല്യൂയെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. 18. അധികം സമ്പാദിച്ചവനൊന്നും മിച്ചമുണ്ടായിരുന്നില്ല, അല്പം സമ്പാദിച്ചവന് കുറവുണ്ടായിരുന്നുമില്ല. 2 കൊരിന്തോസ് 8:15 എന്നതിന് സമാനമായ ആശയം ഉൾക്കൊള്ളുന്ന പഴയ നിയമഭാഗം ഏത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം പുറപ്പാട് 16:18. 16-ാം അധ്യായം 18-ാം വാക്യം. 19ാമത്തെ ചോദ്യം. കൊറിന്തോസുകാരെക്കുറിച്ച് ദൈവം തീത്തോസിൻ്റെ ഹൃദയത്തിൽ ഉദിപ്പിച്ചത് എന്ത്? കൊറിന്തോസുകാരെക്കുറിച്ച് ദൈവം തീത്തോസിൻ്റെ ഹൃദയത്തിൽ ഉദിപ്പിച്ചത് എന്ത്? അതിൻ്റെ ഉത്തരം ആത്മാർത്ഥമായ താല്പര്യം. അടുത്ത ചോദ്യം. അവൻ ഞങ്ങളുടെ അഭ്യർത്ഥന കൈക്കൊള്ളുക മാത്രമല്ല വളരെ ഉത്സാഹത്തോടെ സ്വന്മനസ്സാലെ നിങ്ങളുടെ അടുത്തേക്ക് വരികയും ചെയ്തു. 2 കൊരിന്തോസ് 8:17. ആരാണ് ഇങ്ങനെ വന്നത്? നിങ്ങളുടെ അടുത്തേക്ക് വന്നത് ആരാണ്? ഉത്തരം തീത്തോസാണ് അങ്ങനെ വന്നത്. 21ാമത്തെ ചോദ്യം. തീത്തോസിൻ്റെ കൂടെ കൊറിന്തോസ് സഭയിലേക്ക് അയച്ചത് ആരെയാണ് എന്നാണ് 2 കൊരിന്തോസ് 8:18 പറയുന്നത്. തീത്തോസിൻ്റെ കൂടെ കൊറിന്തോസ് സഭയിലേക്ക് അയച്ചത് ആരെയെന്നാണ് 2 കൊരിന്തോസ് 8:18 പറയുന്നത്. ഉത്തരം സുവിശേഷ പ്രഘോഷണത്തിന് എല്ലാ സഭകളിലും പ്രസിദ്ധി നേടിയ ഒരു സഹോദരനെ. 22ാമത്തെ ചോദ്യം. കൊറിന്തോസ് സഭയിലേക്ക് തീത്തോസിനെ അനുഗമിക്കുന്ന സഹകാരിയായ സഹോദരൻ ആരാൽ നിയമിക്കപ്പെട്ടവനാണ് ഈ സഹോദരൻ എന്നാണ് 22ാമത്തെ ചോദ്യം. ഇതിൻ്റെ ഉത്തരം സഭകളാൽ. 2 കൊരിന്തോസ് 8:19. 23ാമത്തെ ചോദ്യം പൂരിപ്പിക്കുക. ഉദാരമായ ഈ ഡാഷ് കൈകാര്യം ചെയ്യുന്നതിൽ ആരും ഞങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കാൻ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. 2 കൊരിന്തോസ് 8:20. ഉദാരമായ ഈ ഡാഷ് കൈകാര്യം ചെയ്യുന്നതിൽ ആരും ഞങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കാൻ. ദാനം എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. 24. ആരുടെ മുമ്പാകെ ആദരണീയമായതേ ഞങ്ങൾ ലക്ഷ്യമാക്കുന്നുള്ളൂ എന്നാണ് 2 കൊരിന്തോസ് 8:21 പറയുന്നത്. ആരുടെ മുമ്പാകെ ആദരണീയമായതേ ഞങ്ങൾ ലക്ഷ്യമാക്കുന്നുള്ളൂ എന്നാണ് 2 കൊരിന്തോസ് 8:21 പറയുന്നത്. ഉത്തരം കർത്താവിൻ്റെയും മനുഷ്യരുടെയും മുമ്പാകെ. 25. 2 കൊരിന്തോസ് 8:22 പരാമർശിക്കപ്പെടുന്ന സഹോദരൻ പൂർവോപരി ഉത്സാഹിയാണ് എന്ന് പറയാൻ കാരണമെന്ത്?
2 കൊറിന്തോസ് 8:22 പരാമർശിക്കപ്പെടുന്ന സഹോദരൻ പൂർവോപരി ഉത്സാഹിയാണ് എന്ന് പറയാൻ കാരണമെന്ത്? ഉത്തരം കൊറിന്തോസുകാരിലുള്ള ഉത്തമ വിശ്വാസം നിമിത്തം. 26ാമത്തെ ചോദ്യം, നിങ്ങളുടെ ഇടയിലെ ശുശ്രൂഷയിൽ എൻ്റെ പങ്കുകാരനും സഹപ്രവർത്തകനും ആരെന്നാണ് പൗലോസ്ലീഹ 2 കൊറിന്തോസ് 8:23 പറയുന്നത്? നിങ്ങളുടെ ഇടയിലെ ശുശ്രൂഷയിൽ എൻ്റെ പങ്കുകാരനും സഹപ്രവർത്തകനും ആരെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം തീത്തോസാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. 27ാമത്തെ ചോദ്യം പൂരിപ്പിക്കുക. ഞങ്ങളുടെ സഹോദരന്മാരാകട്ടെ സഭകളുടെ അപ്പോസ്തലന്മാരും ഡാഷിൻ്റെ മഹത്വവുമാണ്. 2 കൊറിന്തോസ് 8:23. സഭകളുടെ അപ്പോസ്തലന്മാരും ഡാഷിൻ്റെ മഹത്വവുമാണ്. ഉത്തരം ക്രിസ്തുവിൻ്റെ മഹത്വമാണെന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം 28. ആകയാൽ നിങ്ങളുടെ സ്നേഹത്തിൻ്റെയും നിങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ പ്രശംസയുടെയും തെളിവ് സഭകളുടെ മുമ്പാകെ ഇവർക്ക് നൽകുവിൻ. അധ്യായം വാക്യം സൂചിപ്പിക്കാനാണ് ഈ ചോദ്യം. 2 കൊറിന്തോസ് 8:24 അവസാനത്തെ വാക്യമാണിത്. 2 കൊറിന്തോസ് 8:24. 29ാമത്തെ ചോദ്യം, 2 കൊറിന്തോസ് 8:19 1 കൊറിന്തോസ് 16:3-4 പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? 2 കൊറിന്തോസ് 8:19 1 കൊറിന്തോസ് 16:3-4 പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? അതിൻ്റെ ഉത്തരം കാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച്. ഇത് രണ്ടും പറയുന്നത് കാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. 30ാമത്തെ ചോദ്യം, കൂടുതൽ ശേഖരിച്ചവർക്ക് കൂടുതലോ കുറവ് ശേഖരിച്ചവർക്ക് കുറവോ ഉണ്ടായിരുന്നില്ല എന്ന് പുറപ്പാട് 16:18 പറഞ്ഞിരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? പുറപ്പാട് 16:18 എന്നാണ് ചോദ്യം. ഉത്തരം മന്നായെക്കുറിച്ചാണ് പുറപ്പാടിൻ്റെ പുസ്തകം 16-18 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ. അവൻ സമ്പന്നനായിരുന്നിട്ട് നിങ്ങളെ പ്രതി ദരിദ്രനായി, തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ. 2 കൊറിന്തോസ് 8:9. പൗലോസ്ലീഹ എഴുതിയ ഈ അധ്യായം ഈ ക്വിസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. 2 കൊറിന്തോസ് 8 ഒരു ഉൾക്കാഴ്ച. 2 കൊറിന്തോസ് 8 നൽകുന്നതിൻ്റെ കൃപയെക്കുറിച്ചുള്ള അഗാധമായ ഉൾക്കാഴ്ചകൾ പൗലോസ് പങ്കുവയ്ക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വേരൂന്നിയ അവരുടെ ത്യാഗപരമായ മാതൃക ഉയർത്തിക്കാട്ടിക്കൊണ്ട് അദ്ദേഹം മക്കദോനിയയിലെ സഭകളെ അഭിനന്ദിക്കുന്നു. ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾക്ക് കീഴടങ്ങുന്നതിലാണ് യഥാർത്ഥ സമ്പത്ത് കണ്ടെത്തുന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സന്തോഷകരമായ ഔദാര്യത്തിൻ്റെ ആത്മാവിനെ സ്വീകരിക്കാൻ പൗലോസിൻ്റെ സന്ദേശം നമ്മെ വെല്ലുവിളിക്കുന്നു. കൂടാതെ തീത്തോസിൻ്റെ കാര്യത്തിൽ എന്നപോലെ ശുശ്രൂഷയിലും കൂട്ടായ്മയുടെ പ്രാധാന്യം പൗലോസ് ഊന്നി പറയുന്നു. ഈ ഉൾക്കാഴ്ചകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഔദാര്യം ദൈവത്തിൻ്റെ സമർത്ഥമായ സ്നേഹത്തിൻ്റെയും സാക്ഷ്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് ദാനത്തിൻ്റെ കൃപയിൽ നമുക്ക് ശ്രേഷ്ഠരാകാം. നുറുങ്ങുകൾ. 8ാം അധ്യായത്തിൻ്റെ ഉള്ളടക്കം, തീമുകൾ, സന്ദർഭം പൂർണ്ണമായി മനസ്സിലാക്കാൻ അതിൻ്റെ സമഗ്രമായ വായനയിൽ മുഴുകുക. പ്രധാന വാക്യങ്ങൾ തിരിച്ചറിയുകയും ഓർമ്മയിൽ നിർത്താൻ ശ്രമിക്കുകയും ചെയ്യുക. ക്രോസ് റെഫറൻസുകൾ ശ്രദ്ധിക്കുക. 8ാം അധ്യായത്തിൽ പറയുന്ന മറ്റു സഹോദരന്മാരുടെയും സംഭാവനകൾ ഓർമ്മിക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. ഓൾ ദ ബെസ്റ്റ് അഹെഡ്. റീഡ് ചാപ്റ്റർ 9 ഫോർ ദി നെക്സ്റ്റ് എപ്പിസോഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമൊക്കെ ഇത് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. May God bless you all. Thanks for watching. Joseph from JJ Logos 316.